ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ. ഇന്ന് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരിയാണ്. ഈശോയുടെ ഒപ്പം ചേർന്ന് നിന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തെ മാത്രം മാറ്റിവെച്ച, ഈശോ എന്നാ പറഞ്ഞോ അതൊക്കെ ചെയ്യാൻ തയ്യാറായ, ഡാൻസ് കളിക്കാൻ, കോമാളിത്തം കെട്ടാൻ അത്രമാത്രം സ്വയം ഇല്ലായ്മ ചെയ്ത, ദാരിദ്ര്യത്തെ വലിച്ച ലോകത്തിലെ സമാധാനത്തിൻ്റെ വലിയൊരു വിശുദ്ധൻ. അതിനൊരു സ്പാർക്ക് നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നേരുകയാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 18-ാം തിരുവചനം. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഈശോ ശിഷ്യന്മാരെ അയച്ച് ശിഷ്യന്മാർ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ മിനിസ്ട്രിയൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്നതാണ്, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഈശോ കൊടുത്ത അധികാരം സകലത്തിൻ്റെ മേലുള്ള അധികാരമാണ്. ആ അധികാരത്തെ ശിഷ്യന്മാർ പോയപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് ഈശോ പറയുക. ഈശോയുടെ അധികാരം നമുക്കുണ്ട്, കാരണം നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ അധികാരത്തെ പോലും കുറച്ചുകൂടെ വിശാലമായ രീതിയിലേക്ക് കൊച്ചറേസ്യയോട് ഒപ്പം ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൾ ഈ അധികാരത്തെ കാണുക എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. അവൾ പറയുക, യേശുവിനോട് ഒപ്പം ഒട്ടിച്ചേർന്ന് ചെറുതായിട്ട് നിൽക്കുമ്പോൾ ഈശോയുടെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും. ഈശോയുടെ ശക്തി പ്രാപിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് ചെറുതായി ഈശോയുടെ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ ചെയ്ത എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കും. അതാണ് യഥാർത്ഥമായ പവർന്ന വിശുദ്ധ കൊച്ചറേസ്യ പറയുക. എന്തായാലും ഈശോയുടെ ഒട്ടിച്ചേരുമ്പോൾ ഒരുപിടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ ശക്തി ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട്, നിന്നോട് ഒട്ടിച്ചേർന്ന് നിന്നത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.